ഇപ്പൊ ഞാൻ ആ കുട്ടിയെ പുറത്തു വെച്ച് കണ്ടു. ആളാരെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അത് നന്നായല്ലോ. നല്ല കുട്ടിയല്ലേ മോളെ? ആ കുട്ടി ഡാൻസ് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അക്കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ ആ കുട്ടിയെ അവസാനമായിട്ട് കാണുമ്പോ അന്ന് അവക്കൊരു 10-12 വയസ്സേ ഉള്ളൂ. അന്ന് അവിടെ നൃത്തം പഠിപ്പിച്ചിരുന്നത് ഒരു ഭാഗ്യലക്ഷ്മി ടീച്ചറാ. ആ ടീച്ചറിന്റെ അടുത്ത് പഠിച്ചിരുന്ന കുട്ടികളില് ഏറ്റവും നന്നായിട്ട് നൃത്തം ചെയ്യുന്നത് ഈ കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് അവള് മുന്നോട്ട് പഠിച്ചിട്ടുണ്ടോ അതോ എല്ലാതും മറന്നുപോയെന്നൊന്നും എനിക്കറിയില്ല. ഈ ഭാഗ്യലക്ഷ്മി ടീച്ചറുടെ വീട്ടിലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. അന്ന് ഈ കുട്ടി ഡാൻസ് കളിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ചന്തായിരുന്നു മോളെ. കൊള്ളാലോ മണിയമ്മേ. നൃത്തം മനസ്സറിഞ്ഞൊരിക്കൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മറക്കില്ല. പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് മടിയായിട്ടുണ്ടാവും. പിന്നെ പലരും കല മറന്നു പോകുന്നത് ജീവിതത്തിലെ തിരക്കുകളും കൊണ്ടാ. അല്ല, നന്ദിനിയുടെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, അങ്ങനെയൊന്നുമില്ല. അറിഞ്ഞ കാര്യം ഞാൻ മോളോട് പറഞ്ഞേ ഉള്ളൂ. എങ്കിൽ പിന്നെ നമുക്ക് നന്ദിനി ഒന്നുകൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് ചോദിച്ചാലോ? സുമംഗലി പൂജയിൽ ആദ്യമായിട്ട് വിജയിച്ച ഞാൻ ഈ വർഷം സുമംഗലി പൂജയിൽ വിജയിച്ചവരുടെ കൂടെ നൃത്തം ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മണിയമ്മ പോയിട്ടേ ഞാൻ അവരെ വിളിക്കുന്നു പറ. ശരി മോളെ. മോക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? ഒരിക്കലും ഇല്ല. ഒരിക്കൽ പരിചയപ്പെട്ട ആളിനോട് മണിയമ്മ കാണിക്കുന്ന സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. പോയിട്ട് വാ. ശരി മോളെ.